നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൃഷ്ണലീല എന്ന പെയിൻറ്റിംഗ് ആണ് വരയ്ക്കുന്നത്. അതിൻ്റെ സ്കെച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണണം. പ്രണയത്തിൻ്റെ അർത്ഥം രാധാദേവിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും പ്രണയമാണ് എന്ന് എല്ലാവരും വിശ്വസിച്ചു പോരുന്നു. അവരുടെ പ്രണയവും അവർക്കിടയിലുള്ള ഭക്തിയും ബഹുമാനവും അനശ്വരമാണ്. എന്നാൽ രാധാദേവിയെ എന്തുകൊണ്ട് ഭഗവാൻ വിവാഹം ചെയ്തില്ല എന്ന് ചിന്തിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. രാധാദേവിയും ശ്രീകൃഷ്ണ ഭഗവാനും ഒന്നു തന്നെയാകുന്നു. തൻ്റെ ആത്മാവിനെ ഒരു വ്യക്തി എങ്ങനെ വിവാഹം കഴിക്കും എന്ന് ഭഗവാൻ ചോദിക്കുന്നു. എന്നാൽ രാധാദേവിയും കൃഷ്ണന്റെ പത്നിയായ രുക്മിണി ദേവിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് പുരാണങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നു. ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമിയോടൊപ്പം ലക്ഷ്മി ദേവിയുടെ അവതാരമായ സീതാദേവി ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സമയം രാമന് സീതയെ ഉപേക്ഷിക്കേണ്ടതായി വരുന്നു. ഈ സമയം രാജസൂയയാഗം ശ്രീരാമസ്വാമി നടത്തിയപ്പോൾ യാഗത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുവാനായി ഭാര്യാസമേതനായി വേണം രാജാവ് യാഗസ്ഥലത്ത് ഇരിക്കേണ്ടത്. അതിനാൽ സീതാദേവിയുടെ ഒരു സ്വർണ വിഗ്രഹം ഉണ്ടാക്കി യാഗസ്ഥലത്ത് ശ്രീരാമനോടൊപ്പം വച്ചു. യാഗത്തിന് ശേഷം ഈ വിഗ്രഹം കാണുമ്പോഴെല്ലാം ശ്രീരാമസ്വാമിക്ക് സീതാമാതാവിനെ ഓർമ്മ വന്നുകൊണ്ടിരുന്നു. അതിനാൽ ഭഗവാൻ ഈ വിഗ്രഹത്തെ സരയൂ നദിയിൽ ഒഴുക്കാൻ തീരുമാനിച്ചു. സരയുവിൽ ഒഴുക്കാൻ പോയ ഈ വിഗ്രഹം രാമനോട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഈ രൂപത്തിലെങ്കിലും അങ്ങയോടൊപ്പം ഉണ്ടായിക്കോട്ടെ. എന്നാൽ അതിന് മറുപടിയായി ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അടുത്ത ജന്മത്തിൽ ഈ വിരഹം ഉണ്ടാവില്ലെന്നും സദാ തൻ്റെ കൂടെ ഉണ്ടാകുമെന്നും അറിയിച്ചു. ആ വിഗ്രഹം രാധയുടെ രൂപത്തിൽ അടുത്ത ജന്മത്തിൽ കൃഷ്ണനോടൊപ്പം ഉണ്ടായി എന്നാണ് വിശ്വാസം. രാധയും കൃഷ്ണനും തമ്മിലുള്ള വിരഹത്തിന് കാരണം നാരദരുടെ ശാപമാണെന്ന് പറയപ്പെടുന്നു. ആ കഥയാണ് ഇനി പറയുന്നത്. സമുദ്രത്തിൽ നിന്നും ലക്ഷ്മി ദേവി ഉത്ഭവിച്ചു എന്നാണ് വിശ്വാസം. അതീവ സുന്ദരിയായിരുന്ന ലക്ഷ്മി ദേവിയെ ഏവരും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മി ദേവിക്ക് സ്വയംവരം നടത്താൻ അനുമതിയേകി. സ്വയംവരത്തിൽ നാരദർ പങ്കെടുത്തപ്പോൾ നാരദർക്ക് വാനരന്റെ മുഖം ഭഗവാൻ മായയായി നൽകി. സ്വയംവരത്തിൽ വിഷ്ണു ഭഗവാനെ തിരഞ്ഞെടുത്ത ലക്ഷ്മി ദേവി ഭഗവാന്റെ അർദ്ധാംഗിനിയായി. എന്നാൽ സ്വയംവരത്തിന് ശേഷമാണ് നാരദൻ വിഷ്ണു ഭഗവാൻ തനിക്ക് വാനരന്റെ രൂപം നൽകിയിരുന്നു എന്ന് മനസ്സിലാക്കിയത്. ഇതറിഞ്ഞ നാരദർ ദാമ്പത്യത്തിൽ ഭഗവാന് വിരഹം അനുഭവിക്കേണ്ടി വരുമെന്ന് ശപിച്ചു. അതിനാൽ ഭഗവാൻ ഏത് അവതാരമെടുക്കുമ്പോഴും ലക്ഷ്മി ദേവിയുമായി വേർപിരിഞ്ഞ് വിരഹം അനുഭവിക്കേണ്ടി വരും എന്ന് ഒരു ഐതിഹ്യമുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണാവതാരത്തിൽ ലക്ഷ്മിയുടെ അംശമായ രാധയെ ഭഗവാന് പിരിഞ്ഞിരിക്കേണ്ടതായി വന്നത്. മധുരയിലേക്ക് പോകുന്ന കൃഷ്ണൻ ഒരിക്കലും തിരികെ വരില്ലെന്നും ആ സാമീപ്യം ഇനി അനുഭവിക്കാൻ കഴിയില്ലെന്നും രാധയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. കൃഷ്ണന്റെ വിയോഗത്തിൽ ദുഃഖിതയായ രാധ കൃഷ്ണനെ ഓർത്ത് കരയില്ലെന്നും കണ്ണീർ പൊഴിക്കില്ലെന്നും കൃഷ്ണന് വാക്കു നൽകിയിരുന്നു. രാധയുടെ സ്നേഹം ഉപാധികളില്ലാത്തതാണെന്നും തൻ്റെ ജീവിതാവസാനം വരെ താൻ രാധയോട് കടപ്പെട്ടിരിക്കുമെന്നും വൃന്ദാവനത്തിലെ ജനങ്ങൾ കൃഷ്ണന്റെ പേരിനു പകരം എപ്പോഴും രാധയുടെ നാമം ഉച്ചരിക്കുമെന്നും കൃഷ്ണൻ രാധയ്ക്ക് വാക്കു നൽകി. അതുകൊണ്ടാണ് വൃന്ദാവനത്തിലെ ജനങ്ങൾ പരസ്പരം അഭിസംബോധന ചെയ്യുമ്പോൾ രാധേ രാധേ എന്ന് പറയുന്നത്. കൃഷ്ണനും രാധയും അവസാനമായി കണ്ടപ്പോൾ രാധ ഒന്നും തന്നെ കൃഷ്ണനോട് പറഞ്ഞില്ല. കൃഷ്ണന്റെ ഇനിയുള്ള ജീവിതത്തിൽ താൻ ഒരിക്കലും ഒരു തടസ്സമാവില്ലെന്ന് രാധ കൃഷ്ണന് വാക്കു നൽകിയിരുന്നു. ഇതെല്ലാം അറിയാമായിരുന്ന കൃഷ്ണനും ഒന്നും മിണ്ടിയില്ല.
കൃഷ്ണൻ മധുരയിലേക്ക് പോകുമ്പോൾ ഗോപികമാർ കൃഷ്ണനെ ഏറെ സമയം അനുഗമിച്ചു. എന്നാൽ രാധ മാത്രം പോകാതെ അവിടെ തന്നെ നിന്നു. വിടവാങ്ങുന്ന സമയത്ത് കൃഷ്ണൻ തൻ്റെ ഓടക്കുഴൽ രാധയ്ക്ക് സമ്മാനിച്ചിരുന്നു. ഒരിക്കൽ ഉദ്ധവർ കൃഷ്ണനോട് ചോദിച്ചു, ഭഗവാനെ, അങ്ങ് ഇത്രയേറെ സ്നേഹിക്കുന്ന രാധയെ എന്തുകൊണ്ട് വൃന്ദാവനത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോരുന്നില്ല? അതിനു ഭഗവാൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, എൻ്റേതായി തീർന്ന ഒന്നിനെ ഞാൻ എന്തിനു തേടിപ്പോകണം? രാധ സുരക്ഷിതയാണ്. നിനക്കറിയാമോ, വൃന്ദാവനത്തിൽ നിന്നും പോന്ന ശേഷം എനിക്ക് ചിരിക്കുവാനോ സന്തോഷിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. എല്ലാം രാധ എന്നിൽ നിന്നും പിടിച്ചു വാങ്ങി. ശരീരം മാത്രം എനിക്ക് വിട്ടുതന്നു. അതായത് രാധയും കൃഷ്ണനും 2 ശരീരങ്ങളാണെങ്കിലും അവർക്ക് ഒരേ മനസ്സാണ്, ഒരേ ആത്മാവാണ്. ഒരിക്കൽ രാധ തന്നെ എന്തുകൊണ്ടാണ് തന്നെ വിവാഹം കഴിക്കാത്തത് എന്ന് കൃഷ്ണനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, സ്നേഹം, വിവാഹം എന്നിവ 2 വ്യക്തികൾ തമ്മിലാണ്. എന്നാൽ നമ്മൾ ഒന്നാണ്. അപ്പോൾ എനിക്ക് എന്നെ തന്നെ എങ്ങനെ വിവാഹം കഴിക്കാൻ സാധിക്കും? ഇതായിരുന്നു ഭഗവാന്റെ മറുപടി. അത്രത്തോളം പരിശുദ്ധമായ ബന്ധമായിരുന്നു രാധയും കൃഷ്ണനും തമ്മിലുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മടിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.